ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. സഠാവായ അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ. ഇലാഹ് ആകാൻ സൃഷ്ടികൾക്കൊന്നും അവകാശം ഇല്ല. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും തുല്യമാകുമോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. ഒരിക്കലും സഠാവും സൃഷ്ടിയും തുല്യമാവുകയില്ല. സൃഷ്ടികളിൽ ആർക്കും ആരാധനക്ക് അർഹതയില്ല. അതുകൊണ്ട് സൃഷ്ടികളെ ദൈവമാക്കുന്ന, സൃഷ്ടികളെ ആരാധിക്കുന്ന സ്വഭാവം ഇസ്ലാമിൽ ഇല്ല. സഠാവിനെ മാത്രമേ ആരാധിക്കാവൂ. സഠാവ് ഖാലിഖു കുല്ലി ശൈ, എല്ലാം സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനുമാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ശൈ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ഫഅബ്ദൂ, അതുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹു ആയതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുക. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സഠാവായി എന്നതാണ് അല്ലാഹുവിന് ആരാധ്യരാകാനുള്ള മാനദണ്ഡം. വേറെ ആർക്കും അതില്ലല്ലോ. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, ഒരു മലക്കും ഒരു നബിയും ഒരു വലിയും ഒരു സാധാരണക്കാരനും ഒരു ശാസ്ത്രജ്ഞനും ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും ഒരു ഉദ്യോഗസ്ഥനും ഒരു രാജാവും ഒരു പ്രജയും എത്ര ആരോഗ്യമുള്ളവനും ഏത് ചാമ്പ്യന്മാരായാലും ആരായിരുന്നാലും ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും ഇവിടെ ഇല്ലാത്ത ഒരു വസ്തു ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇവിടെ സഠാവ് അല്ലാഹു മാത്രമാണ്. ഒരു ചെറിയ പുഷ്പം പോലും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. എന്തെല്ലാം സൃഷ്ടികളെയാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ചെറിയ തുമ്പപ്പൂ എന്ന് പറയുന്ന ചെറിയ പൂവ്, ആ പൂവ് എന്തൊരു മൃദുലമായ വസ്തുവാണ്. അതിൻ്റെ ഉള്ളിൽ തേൻ കാണുന്നു. ആ തേൻ നുകരാൻ വേണ്ടി തേനീച്ചക്ക് അല്ലാഹു സന്ദേശം നൽകിയിരിക്കുന്നു. നീ കൂട് കെട്ടണം, എന്നിട്ട് നീ തേൻ നുകർന്നെടുക്കണം, നീ പഴത്തിൽ നിന്നും മറ്റുമായി തേൻ ശേഖരിക്കണം എന്ന് അല്ലാഹു തആല തേനീച്ചക്ക് വഹീ നൽകി എന്ന് ഖുർആൻ പറയണം. ആ തേനീച്ച സംഭരിച്ചു വെക്കുന്ന തേന്, അതിനാവശ്യമായ വലകൾ അവകൾ തന്നെ നിർമ്മിക്കുന്നു. എന്തൊരു ഭംഗിയുള്ള വലകൾ! അതിൽ തേന് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്നു. ആ തേന് ഫീഹി ശിഫാഉൽ ലിന്നാസ് യഖ്റുജു മിൻ ബുതൂനിഹാ സറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. അതിൻ്റെ വയറ്റിൽ നിന്ന്, തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വ്യത്യസ്തമായ കളറുള്ള അതേ പാനീയം പുറത്തു വരുന്നു. ഫീഹി ശിഫാഉൽ ലിന്നാസ്. ആ പാനീയം വേറെ ഒരു വസ്തു പോലെയല്ല, അതിൽ രോഗശമനമുണ്ടെന്ന് ഖുർആൻ. തേന് അത് മരുന്നാണ് എന്നതിൽ ഒരു വൈദ്യർക്കും തർക്കം ഇല്ല. പല മരുന്നിൻ്റെയും കൂടെ തേന് ചേർക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണ്. ഇന്ന് രാവിലെ തേന് കൂട്ടി മഞ്ഞളിൻ്റെ പൊടി കഴിച്ചവനാണ് ഞാൻ. തേന് അതിൽ ശിഫയുണ്ടെന്ന് ഖുർആൻ പറയുന്നു. സുഹൃത്തുക്കളെ, ആ തേന് നുകരാൻ വേണ്ടി ആവശ്യമായ നിർദ്ദേശവും കഴിവും പ്രാപ്തിയും അല്ലാഹു ആ തേനീച്ചക്ക് നൽകിയിരിക്കുന്നു. ആ തേനീച്ചകൾ എത്ര ദൂരെ നിന്ന് പറന്നു വന്നാലും തിരിച്ചു പോകുന്ന സമയത്ത് ലൊക്കേഷൻ വെക്കേണ്ടതില്ല. കൃത്യമായി അതിൻ്റെ കൂട്ടിലേക്ക് അവകൾ എത്തിച്ചേരുന്നു. ലൊക്കേഷൻ വെച്ചാൽ ചിലപ്പോൾ കുളത്തിൽ കൊണ്ടുപോയി ചാടിക്കും, ചിലപ്പം ഡയറക്റ്റ് എത്തും. അങ്ങനത്തെ യാതൊരു ആവശ്യവും ഈ തേനീച്ചക്ക് ഇല്ല. അതിന് നല്ല സംവിധാനം, അതിനൊരു നേതൃത്വം, ഒരു റാണി.
അതിൻ്റെ പിന്നിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അങ്ങനെയുള്ള എന്തെല്ലാം സംവിധാനം, അല്ലാഹുവിൻ്റെ സംവിധാനം പറഞ്ഞാലുണ്ടോ തീരുന്നു. ഖാലിഖു കുല്ലി ശൈഇ. സുബ്ഹാനല്ലാഹ്. ഈ പ്രദേശത്ത്, ഈ സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നാൽ നല്ല പച്ചമരുന്നിനെ കുറിച്ച് അറിവുള്ള വൈദ്യരാണെങ്കിൽ ഇവിടെയെല്ലാം ഒരുപാട് മരുന്നുകൾ അദ്ദേഹം കണ്ടെത്തും. നമുക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് നമ്മളത് പറിച്ചു മാറ്റും. ധാരാളം മരുന്നുകൾ പല സ്ഥലങ്ങളിലും അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. മരുന്ന് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യന് രോഗം സംഭവിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ മരുന്ന് വേണ്ടി വരും. രോഗം കൂടുതലും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം ക്ലിയറായ നിലക്ക് കഴിക്കാത്തത് കൊണ്ടാണ്. കുലൂ വസ്റബൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. വസ്റബൂ, കുടിക്കാൻ പറ്റുന്നത് കുടിച്ചോളൂ. പക്ഷേ അല്ലാഹു അവിടെ പറഞ്ഞു, നിങ്ങൾക്ക് രോഗം വരാതിരിക്കണ്ടേ, ആരോഗ്യമുണ്ടാകണ്ടേ, വലാ തുസ്രിഫൂ, അമിതമായി കഴിക്കണ്ട. അമിതമായി ഭക്ഷണം കഴിച്ചാൽ രോഗം വരും. ഒരു ഡോക്ടർക്കും അതിൽ രണ്ടഭിപ്രായമില്ല. ഓ സുഹൃത്തുക്കളെ, ആവശ്യമായ ഭക്ഷണം അല്ലാഹു തആല സൃഷ്ടിച്ച് നൽകിയിരിക്കുന്നു. ആ ഭക്ഷണം നമുക്ക് ലഭിക്കാൻ പല സംവിധാനങ്ങളാണ്. നെല്ല് കൃഷി ചെയ്യുന്നു, ഗോതമ്പ് കൃഷി ചെയ്യുന്നു, ചോളം കൃഷി ചെയ്യുന്നു, പയർ കൃഷി ചെയ്യുന്നു, കടല കൃഷി ചെയ്യുന്നു. അങ്ങനെ പല ധാന്യങ്ങളും കൃഷി ചെയ്യുന്നു. ഒരു ചെറിയൊരു സാധനമുണ്ട്, കടുക് പോലത്തെ ഒരു സാധനം, മുത്താറി എന്ന് പറയും ഞങ്ങളാ, ചില സ്ഥലത്ത് രായി എന്ന് പറയും. എന്തൊരു നല്ല സാധനമാണത്. കണ്ടാൽ മൂപ്പർക്ക് ആരും കല്യാണം പറയുമൊന്നുമില്ല, കാരണം കളറങ്ങനെയാണ്. പക്ഷേ അരി കഴിക്കുന്നതിനാലുള്ള ഷുഗറിൻ്റെ പ്രയാസങ്ങളോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ രായി കഴിച്ചാലുണ്ടാവില്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യും? രായി നല്ലോണം പഞ്ചസാര ഇട്ട് കഴിച്ച് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അതെന്തൊരു നല്ല ധാന്യമാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ മനുഷ്യൻ കൃഷി ചെയ്തുണ്ടാക്കുന്നു. അതിനാവശ്യമായ അറിവെല്ലാം അല്ലാഹു മനുഷ്യന് കൊടുത്തിരിക്കുന്നു. ഇവകൾ കൃഷി ചെയ്തുണ്ടാക്കാനുള്ള അറിവ്, അതിനുള്ള സംവിധാനം. ഒരൊറ്റ ഭൂമിയിൽ ഒരേ വെള്ളം, ഒരേ വളം, ഒരേ പോഷകങ്ങൾ. പക്ഷേ ഉണ്ടാകുന്ന വസ്തുക്കൾക്ക് വ്യത്യസ്തമായ കളറുകൾ, വ്യത്യസ്തമായ രുചികൾ. എന്തിനധികം പറയണം? വെറും ഒരു മാങ്ങ മാത്രം എടുത്തു നോക്കൂ, എല്ലാ മാങ്ങയും ഒരേ രുചിയല്ല. ഇപ്പം മാങ്ങയുടെ സീസണാണ്. ഇക്കൊല്ലം നന്നായി മാങ്ങ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പലതും പല രുചിയാണ്, എല്ലാം ഒരേപോലെ അല്ല. മാങ്ങ മാത്രമല്ല, ഏത് പഴം നിങ്ങൾ എടുത്തു നോക്കൂ. ഈത്തപ്പഴമാണെങ്കിലും, ഇനി ആപ്പിളാണെങ്കിലും, പേരക്കയാണെങ്കിലും, മുന്തിരിങ്ങയാണെങ്കിലും, ഇനി മറ്റെന്തെങ്കിലും പഴങ്ങളാണെങ്കിലും, എല്ലാം വ്യത്യസ്തമായ രുചികളും കളറുകളും. വെറും വാഴപ്പഴം തന്നെ എത്ര ഇനമാണ്, അതിൻ്റെ രുചികൾ എത്ര വ്യത്യസ്തമാണ്, അതിൻ്റെ ആകൃതി എത്ര വ്യത്യസ്തമാണ്. പഴുത്താലും തോലിൻ്റെ കളറ് മാറാത്ത ചില പഴങ്ങൾ, പഴുക്കുമ്പോഴേക്ക് തോലിൻ്റെ കളറ് മാറുന്ന വേറെ ചില പഴങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തമായ പഴങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളും, സുബ്ഹാനല്ലാഹ്, മനുഷ്യജീവിതത്തിനാവശ്യമായ, ആഹാരത്തിനാവശ്യമായ എന്തെല്ലാം വസ്തുക്കളാണ് ലോകസൃഷ്ടാവായ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു വാഴക്കൊലയിൽ നിന്ന് ലഭിക്കുന്ന കായ, അത് പച്ചയായിരിക്കുന്ന സമയത്ത് അതിനെ കൊണ്ടുള്ള ഉപയോഗമെന്ന് വേറെ, അത് പഴുത്താലുള്ള ഉപയോഗം മറ്റൊന്ന്. അതിൻ്റെ തന്നെ ഉണ്ണിക്കാമ്പ് എന്നൊരു സാധനമുണ്ട്, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ രുചി അത് വേറെ. അതേപോലെ ഓരോന്നിനും ഓരോ ഉപയോഗങ്ങൾ. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ നാട്ടിലൊക്കെ ധാരാളമുള്ള തേങ്ങയുണ്ടല്ലോ,
അതിന് നിങ്ങളെന്താ പറയുക? ധാന്യം എന്ന് പറയാൻ പറ്റുമോ? പഴം എന്ന് പറയാൻ പറ്റുമോ? അത് വേറെ തന്നെ ഒരു വസ്തു. അതിൻ്റെ ഇളം പ്രായത്തിൽ എന്തൊരു മധുരമാണ്, എത്ര നല്ല വെള്ളമാണ്. അതിൻ്റെയും കുറച്ച് മുമ്പ് അത് മച്ചിങ്ങയായി ഇരുന്ന സമയത്ത് പിളർത്തി നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ വെള്ളവും ഇല്ല. പിന്നെയാണ് ലിറ്റർ കണക്കിന് വെള്ളം വന്നത്. അതെന്തൊരു മധുരമുള്ളതാണ്, എന്തൊരു ഔഷധവീര്യമാണ്. സുഹൃത്തുക്കളെ, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറുകയാണ്. അതിൻ്റെ കാമ്പിങ്ങനെ തടിച്ചു വന്നാൽ അവസാനം അത് കൊപ്പറയായി, ഉണ്ടയായി, അങ്ങനെ പലതുമായി രംഗത്ത് വന്നപ്പോൾ അതിൽ നിന്ന് നല്ല എണ്ണ ലഭിക്കുകയാണ്. അതിൻ്റെ ചിരട്ട കത്തിക്കാനും കരിയുമായി പോവുകയാണ്. അതിൻ്റെ ചകരികൾ വേറെ ഉപയോഗത്തിന് ഉപയോഗപ്പെടുത്തുകയാണ്. വലിയ വലിയ ആലാത്ത് കയറുകൾ നിർമ്മിക്കാൻ അതിൻ്റെ ചകരി വളരെ ചെറുതാണെങ്കിലും കൂട്ടിപ്പിടിച്ചപ്പോൾ വലിയ ശക്തിയുള്ള കയറ് നിർമ്മിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ വസ്തുവിൻ്റെയും ഉപകാരങ്ങളും ആ വസ്തുവിനെ അല്ലാഹു തആല സൃഷ്ടിച്ചതും അത് പരിചരിക്കാൻ മനുഷ്യന് കൊടുത്ത അറിവും കഴിവും അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ. എന്നാൽ ഈ ഭക്ഷണം, അതിന് കുറേ ക്യാഷൊക്കെ ചിലവാകുന്നുണ്ട്, കൃഷിക്ക് പണം ചിലവാകുന്നുണ്ട്, അധ്വാനമുണ്ട്. എന്നാൽ അതിനേക്കാൾ ആവശ്യമാണല്ലോ വെള്ളം. ആ വെള്ളം നിങ്ങൾ കൃഷി ചെയ്യേണ്ടതില്ല, മറിച്ച് അത് മേൽഭാഗത്ത് നിന്ന് സൗജന്യമായി അവൻ ഇറക്കി തരികയാണ്. ആ ഇറക്കിത്തരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യവും സംവിധാനവും ഭൂമിയിൽ തന്നെ അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. അത് ഭൂമിക്കടിയിൽ സുരക്ഷിതമായി നിലനിർത്തുകയാണ്. നിങ്ങൾ കിണർ ഒഴിക്കുമ്പോൾ ആ വെള്ളം നിങ്ങൾക്ക് ലഭിക്കുന്ന വിധത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുകയാണ്. എന്നാൽ അതിനും വേണമല്ലോ പാത്രവും, അതുപോലെ ചിലപ്പോൾ അതാ കോരിയെടുക്കാനുള്ള ബക്കറ്റും കയറും അല്ലെങ്കിൽ മോട്ടോറും പൈപ്പുമൊക്കെ വേണ്ടി വരുമല്ലോ വെള്ളത്തിന്. അത് കിട്ടാനും നമുക്ക് ഉപയോഗപ്പെടുത്താനും. എന്നാൽ അതിനേക്കാളെല്ലാം മനുഷ്യന് ആവശ്യമുള്ള വസ്തു ഉണ്ടല്ലോ, ഓരോ സെക്കൻഡിലും ആവശ്യമുള്ള വസ്തു, അതാണല്ലോ വായു. ആ വായുവിന് വേണ്ടി നിങ്ങൾ കിണർ ഒഴിക്കേണ്ടതില്ല, അതിന് നിങ്ങളൊരു പാത്രവും കൊണ്ടുവരേണ്ടതില്ല, അതിനു വേണ്ടി നിങ്ങൾ ഭൂമി പാകപ്പെടുത്തേണ്ടതില്ല, വളം ചേർക്കേണ്ടതില്ല, അതിനു വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഓരോ സെക്കൻഡിലും നിങ്ങളെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ അതേ അല്ലാഹു ജല്ല ജലാലുഹു നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അത് 5 പൈസ ചെലവില്ലാതെ മുഴുവൻ സ്ഥലങ്ങളിലും അല്ലാഹു ലഭ്യമാക്കി തരുന്നു. ഖാലിഖു കുല്ലി ശൈഇ, എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചു തരുന്ന അല്ലാഹു സുബ്ഹാനല്ലാഹ്. ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട്, ജലസേചന വകുപ്പ് മന്ത്രിയുണ്ട്, പക്ഷേ വായു വകുപ്പ് മന്ത്രിയില്ല. കാരണം മന്ത്രിനെ കാത്തിരുന്ന മനുഷ്യൻ ബാക്കിയാവില്ല. അത് എവിടെയും സുലഭമായി ലഭിക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് വായു എവിടെയും സുലഭമായി ലഭിക്കും. ഇങ്ങനെ ഓരോന്നും ആവശ്യത്തിനനുസരിച്ച് സൃഷ്ടിച്ച് നൽകുകയും അത് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സംവിധാനിച്ചു കൊടുക്കുകയും ചെയ്ത റബ്ബ് ഖാലിഖു കുല്ലി ശൈഇ. ആ അല്ലാഹു സൃഷ്ടിച്ച എന്തെല്ലാം സാധനങ്ങളാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ നോക്കൂ, വളരെ കൂടുതൽ ആവശ്യമാണ് ഇരുമ്പ്. കാരണം ഇരുമ്പില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും വീട് നിർമ്മിക്കാൻ കഴിയില്ല. ഇരുമ്പില്ലെങ്കിൽ പലതും കഴിയില്ല. എന്തിനധികം പറയണം, നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ആട്ടിൻകുട്ടിയെ അറുക്കണമെങ്കിൽ പോലും ഇരുമ്പ് വേണം. ആ മാംസം തറിക്കണമെങ്കിൽ ഇരുമ്പ് വേണം. ഇരുമ്പ് വളരെ ആവശ്യമാണ്, പലതിനും ആവശ്യമാണ്. വീട് നിർമ്മാണത്തിന് പലപ്പോഴും ഇരുമ്പ് വേണം. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ബസ്സും ലോറിയും കാറുമൊക്കെ നിർമ്മിക്കുമ്പോൾ അവിടെയെല്ലാം ഇരുമ്പിൻ്റെ ആവശ്യമുണ്ട്.
നമ്മുടെ ബിൽഡിങ്ങുകൾക്ക് ആവശ്യമുണ്ട്, ഇരുമ്പ് പലതിനും ആവശ്യമാണ്. അള്ളാഹു അത് പ്രത്യേകം പറയുന്നുണ്ട്. അൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചു. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇരുമ്പിന് അതേ വലിയ വിലയൊന്നുമില്ല. കാരണം അത് അത്രയും കൂടുതൽ ആവശ്യമുണ്ട് മനുഷ്യന്. എന്നാൽ ഇരുമ്പ് പോലെ ആവശ്യമില്ലല്ലോ മറ്റ് ചില ലോഹങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ലോഹത്തിന് ഇരുമ്പിനേക്കാൾ വിലയുണ്ട്, ഇരുമ്പിനേക്കാൾ ചെമ്പിന് വിലയുണ്ട്. അതുപോലെ മറ്റ് പല ലോഹങ്ങൾക്കും ഇരുമ്പിനേക്കാൾ വിലയുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, മനുഷ്യന് തീരെ ജീവിക്കാൻ ആവശ്യമില്ലാത്ത ഒരു വസ്തുവുണ്ട്, അതാണ് സ്വർണം. നോടും, സ്ത്രീകളാരും കല്ലെടുത്തെറിയരുതേ. ജീവിക്കാൻ തീരെ ആവശ്യമില്ലാത്ത സാധനം സ്വർണം. കാരണം സ്വർണം തിന്നണ്ട, സ്വർണം കുടിക്കണ്ട, സ്വർണം മരുന്നായിട്ട് ഉപയോഗിക്കണ്ട, അങ്ങനത്തെ ഒന്നിനും ഇപ്പം സ്വർണ്ണം ആവശ്യമില്ലല്ലോ. സ്വർണ്ണം ഇല്ലെങ്കിലും ജീവിച്ചൂടെ? ജീവിതത്തിൽ ഒരിക്കലും സ്വർണം ഉപയോഗിക്കാത്തവന് ജീവിക്കാൻ എന്താ പ്രശ്നം? ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല, വായു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഇരുമ്പില്ലാതെ ജീവിക്കാൻ പ്രയാസമാണ്. അങ്ങനെ ഒരുപാട് സംഗതിയുണ്ട്. പക്ഷെ സ്വർണം ജീവിക്കാൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ സ്വർണം ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിന് ഇരുമ്പ് പോലെയല്ല, അതിന് വലിയ വിലയാണ്. കാരണം അത് അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല, അതുകൊണ്ട് അതിന് വലിയ വിലയാണ്. എന്നാൽ അത്രയും ആവശ്യമില്ലാത്ത വേറെ ഒരു വസ്തു ഉണ്ടല്ലോ, വലിയ വലിയ വില പിടിച്ച കല്ലുകൾ. അതേ ഒരൊറ്റ കല്ലിന് കോടിക്കണക്കിന് വിലയുള്ള കല്ലുകൾ. അതാ നമ്മുടെ സ്ത്രീകൾക്ക് അത് ആവശ്യം ഇല്ല, മറ്റത് ഭംഗിക്ക് വേണ്ടി ആവശ്യമുണ്ട്. ഇത്ര വലിയ വില പിടിച്ച കോടികൾ, വില പിടിച്ച കല്ലുകൾ ആവശ്യമില്ല. അത് രാജാക്കന്മാർക്കൊക്കെ അവരെ കൊട്ടാരത്തിലൊക്കെ വെച്ചിങ്ങനെ അഭിമാനിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ വില എത്രയാണ്? കാരണം അതത്ര ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതല്ല, ചെറിയ വിലക്ക് ലഭ്യമാക്കേണ്ടതല്ല, അതിനെത്രയോ കോടികൾ വിലയാണ്. ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും സൃഷ്ടിച്ച് നൽകുകയും ഓരോന്നിനും അതാതിൻ്റെ കാറ്റഗറിയിൽ നിർത്തിക്കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്ന റബ്ബ് സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയാം, പ്രസവിക്കപ്പെട്ട ഉടനെ നമ്മളെ തലയിൽ രോമമുണ്ട്, കൈക്ക് നഖമുണ്ട്, പക്ഷേ വായിൽ പല്ലില്ല. കാരണം പല്ലുണ്ടായാൽ അപകടമാണ്. കുടിക്കുന്ന മുല കടിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് 2 ദിവസം കൊണ്ട് മുല മുടങ്ങും, പാല് മുടങ്ങും. അതേ കുടിക്കുന്ന മുല പഴുത്താൽ പിന്നെ ഉമ്മ മുല കൊടുക്കില്ല. അതിനാൽ ആ കുട്ടിക്കാണെങ്കിൽ കടിക്കാൻ പാടില്ല എന്നുള്ള വിവരമില്ല. അതുകൊണ്ട് തന്നെ പ്രസവിക്കുമ്പോൾ പല്ല് കൊടുത്തില്ല. വലിയ സാധനങ്ങൾ കടിച്ചു തിന്നേണ്ട സമയം വരുമ്പോൾ അത് തന്നെയും ആദ്യം പെർമനൻ്റ് പല്ലില്ല, താൽക്കാലികമാണ്. വിസിറ്റ് വിസയും എടുത്ത് പോയിട്ട് പിന്നുണ്ടല്ലോ പെർമനൻ്റ് വിസയും ജോലിയുമാക്കൽ. അതുപോലെ താൽക്കാലികമായ പല്ലാണ്. അത് കുറേ മിഠായിയൊക്കെ തിന്ന് ദുഷിപ്പിച്ച് നശിപ്പിച്ച് കേടുവരുത്തുമ്പോൾ അതങ്ങോട്ട് മാറ്റി നല്ല പുതിയത് സ്ഥാപിച്ചു കൊടുക്കുകയാണ്. ലോകസൃഷ്ടാവായ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അവൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചുമൊക്കെ അറിയാനും ചിന്തിക്കാനും നമ്മൾ സ്വന്തത്തിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചാൽ നമുക്കിങ്ങനെ മനസ്സിലാകും എന്തെല്ലാം അത്ഭുതങ്ങളാണ്. വൻദുർ ഇലാ നഫ്സിക സുമ്മ ദഖിലി ലിൽ ആലമിൽ ഉൽമി സുമ്മ സൂഫിലി തജിദ് ബിഹി സുൻഅൻ ബദിഅൽ ഹികമി ലാകിൻ ബിഹി ഖാമ ദലീലുൽ ആദമി. അങ്ങനെ എല്ലാം സൃഷ്ടിച്ച് നൽകുന്ന ഖാലിഖായ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, അറൂനി മാദാ ഖലഖു, സൃഷ്ടികളെ ആരാധിക്കുന്നവരോട് അല്ലാഹു തആല അതാ സംവദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, സൃഷ്ടി ആരാധന ഇസ്ലാമിലില്ല. ഒരു സൃഷ്ടിയെയും ആരാധിക്കുന്ന ഏർപ്പാടില്ല. അല്ലാഹു പറയുന്ന അറൂനി മാദാ ഖലഖു,
എന്താണ് ആ സൃഷ്ടികൾ സൃഷ്ടിച്ചതെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരൂ. ഇവിടെ ഒരു സൃഷ്ടിയും ഒരു ചെറിയ കൊതുകിൻ്റെ ചിറക് പോലും ഒരു മഴപ്പാറ്റയെ പോലും ഇവിടെ ഒരു സൃഷ്ടിയും സൃഷ്ടിച്ചിട്ടില്ല. സ്രഷ്ടാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്, ഖാലിഖു കുല്ലി ശൈഇ. ഞാനിവിടെ ഇപ്പോൾ പ്രസംഗിക്കുന്നു. ഈ പ്രസംഗം എൻ്റെ വകയിലല്ല, ഇതെൻ്റെ റബ്ബിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാലോ, പ്രസംഗം നടത്തുക എന്ന പ്രവർത്തനവുമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ അങ്ങനെ ബന്ധപ്പെടണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് റബ്ബാണ്. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കാർക്കും ഒന്നും ഉദ്ദേശിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ പ്രസംഗത്തിലേക്ക് കടക്കുമ്പോൾ പ്രവർത്തനവുമായി ബന്ധപ്പെടാനേ എനിക്ക് കഴിയുന്നുള്ളൂ. എൻ്റെ പ്രസംഗം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടല്ലേ നാവുള്ള എല്ലാവർക്കും പ്രസംഗിക്കാനും സംസാരിക്കാനും കഴിയുന്നുണ്ടോ? കണ്ണുള്ളവരെല്ലാം കാണുന്നുണ്ടോ? കാതുള്ളവരെല്ലാം കേൾക്കുന്നുണ്ടോ? കൈയുള്ളവരെല്ലാം പിടിക്കുന്നുണ്ടോ? കാലുള്ളവരെല്ലാം നടക്കുന്നുണ്ടോ? അല്ലാഹു പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കാതെ ഒരാൾക്കും ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വല്ലാഹു ഖലഖക്കും വമാ തഫ്അലൂൻ. എല്ലാം സൃഷ്ടിക്കുന്ന റബ്ബ്, ആ റബ്ബ് മാത്രമാണ് ഇലാഹ്, അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. വേറെ ആരാധ്യന്മാരില്ല, ആരാധ്യ വസ്തുക്കളില്ല. ഇപ്പണ്ട് പണ്ട് കാലത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നർത്ഥം വെച്ച് പഠിച്ച്. ഇപ്പൊ ചില അമുസ്ലിം സഹോദരന്മാര് ആദരിക്കപ്പെടുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ആരാധ്യൻ എന്ന് പറയും. അത് കേട്ടിട്ട് നമ്മുടെ ചില മുസ്ലിമീങ്ങളും സുബ്ഹാനല്ലാഹ്, 2 ദിവസം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആരാധകന്മാരാണ് അവരുന്നത്. മുസ്ലിമാണ് പറയുന്നത്, അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആദരിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെയും പറയരുത്. നമ്മൾ പറയുന്നതും ശ്രദ്ധിക്കണം, വാചകങ്ങൾക്കൊക്കെ അദബുകൾ പാലിക്കണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അത് പറയുമ്പോഴേ ഒരുത്തരം പിടിച്ചവൻ കാഫറാണെന്നൊന്നും പറയാൻ വേണ്ട. കാരണം അവൻ ഉദ്ദേശിച്ച എന്താണെന്ന് മനസ്സിലാകാതെ വാചകത്വം പിടിച്ചുകൂടി കയറിയിട്ട് ആളുകൾ പിടിച്ച് ഇസ്ലാം എന്ന് പുറത്താണെന്ന് വിധിക്കാനും പാടില്ല. അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് നോക്കണം. അദ്ദേഹം ഉദ്ദേശിച്ചത് നിങ്ങൾ ആരാധകനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ബഹുമാനിക്കുന്ന ആളാണെന്ന്, അത്രയേ ഉള്ളൂ. അത്രയേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതേസമയത്ത് അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നവരാകുമ്പോൾ അവർ പറയുമ്പോൾ ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് അച്ഛനെ ആരാധിക്കും, ചിലപ്പോൾ അമ്മയെ ആരാധിക്കും, ചിലപ്പോൾ പല അവയവങ്ങളെയും ആരാധിക്കും, ചിലപ്പോൾ കല്ലിനെ ആരാധിക്കും, ചിലപ്പോൾ മുള്ളിനെ ആരാധിക്കും, ചിലപ്പോൾ സൂര്യനെ ആരാധിക്കും, ചിലപ്പോൾ ചന്ദ്രനെ ആരാധിക്കും. അങ്ങനെ പലതിനെയും ആരാധിക്കുന്നവരാകുമ്പോൾ അവർ പറയുന്നത് പോലെ അല്ലല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം പറയുമ്പോൾ അവൻ ഉറച്ചു വിശ്വസിച്ചവനല്ലേ. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, ആരാധനക്കർഹൻ ഇല്ല, അത് വിശ്വസിക്കുന്നവനല്ലേ മുസ്ലിം ആവുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യന്റെ വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഒരു തെറ്റായ വാചകം പറഞ്ഞാലും അതിൻ്റെ പേരിൽ പിടിച്ച് ഇസ്ലാം എന്ന് പുറത്താണെന്ന് വിധിക്കാൻ പാടില്ല. അത് അദബുകേടാണ്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇരിക്കട്ടെ, ലോകത്തിൻ്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹ്, ആ അല്ലാഹു ആകുന്ന അവൻ മാത്രമാണ് ഇലാഹ്. അവൻ്റെ സൃഷ്ടികളിൽ പലതും നന്മയുടെ നിമിത്തങ്ങളാണ്. ആ നന്മയുടെ നിമിത്തങ്ങളൊക്കെയും ആദരിക്കപ്പെടേണ്ടതാണ്. ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, ജനങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള നിമിത്തമാണ് പള്ളി. അതുകൊണ്ട് പള്ളിക്ക് ആദരവ് നൽകണം, മറ്റ് ബിൽഡിങ്ങുകൾ പോലെയല്ല. പള്ളിക്ക് ആദരവ് നൽകണം. പള്ളിയിൽ കയറിയിട്ട് അനാവശ്യം സംസാരിക്കാൻ പാടില്ല. പള്ളിക്ക് നല്ല ആദരവ് നൽകണം. പള്ളിയിൽ വെച്ച് കളിക്കാൻ പാടില്ല.
പള്ളിയിൽ അല്ലാഹു തആല പൊരുത്തപ്പെടുന്നതല്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല. അല്ലാഹു പൊരുത്തപ്പെടാത്തത് വേറെ എവിടെയെങ്കിലും പ്രവർത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഓ സുഹൃത്തുക്കളെ, പുറത്തു നിന്ന് വേണ്ടാത്തത് ചെയ്തു പോയാൽ അത് പൊറുപ്പിക്കാനുള്ള സ്ഥലമല്ലേ പള്ളി. ആ പള്ളിയിൽ വെച്ച് എന്തായാലും തെറ്റ് ചെയ്യുന്നത് വളരെ മോശമാണല്ലോ. പുറത്തു നിന്ന് വല്ല വേണ്ടാത്തതും ചെയ്താൽ നീതി കിട്ടേണ്ടുന്ന സ്ഥലമല്ലേ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലുണ്ടാക്കുന്നതും ടൗണിൽ വെച്ച് തല്ലുണ്ടാക്കുന്നതും ഒരുപോലെയാണോ? കോടതിയിൽ വെച്ച് ബഹളം വെക്കുന്നതും മറ്റൊരു സ്ഥലത്ത് നിന്ന് ബഹളം വെക്കുന്നതും ഒരുപോലെയല്ലല്ലോ. അപ്പൊ പള്ളിക്ക് പള്ളിയുടേതായ ബഹുമാനം നൽകണം. ഇൽമു പഠിക്കുന്ന സ്ഥാപനങ്ങൾ, മദ്രസകൾ, കോളേജുകൾ, അതാ ജനങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ കടന്ന വഴി സ്വർഗത്തിലേക്ക് എളുപ്പം കിട്ടുന്ന വഴിയാണ്. ആ സ്വർഗത്തിലേക്ക് ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ദീനീ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളോട് ആദരവ് വേണം, ബഹുമാനം വേണം. ആ സ്ഥാപനങ്ങളിലെ ഒരുറ്റി വെള്ളം വെറുതെ ചെലവാക്കരുത്. ഒരു ബൾബ് പോലും വെറുതെ കത്തിപ്പോകരുത്. ഒരു ഫാന് പോലും അനാവശ്യം കറങ്ങിപ്പോകരുത്. ആ സ്ഥാപനങ്ങളോട് അദബ് വേണം, ബഹുമാനം വേണം. ഇനി ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ജനിച്ചത് കൊണ്ടല്ലേ നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചത്? ജനിച്ചത് കൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സാധിച്ചത്? ജനിച്ചത് കൊണ്ടല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞത്? നമ്മുടെ ജന്മത്തിന് നിമിത്തമാണല്ലോ നമ്മുടെ മാതാപിതാക്കൾ. അതിനാൽ അവർ ആദരിക്കപ്പെടണം. ജനിച്ചതിന് ശേഷം നമ്മളെ പോറ്റി വളർത്തിയതും മാതാപിതാക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ ആദരിക്കപ്പെടണം. അവർ ആദരവുള്ളവരാണ്. ആ ആദരവ് എത്രത്തോളം വേണം? ഖുർആൻ പറഞ്ഞു, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ആ മാതാപിതാക്കളെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരക്ഷരം പോലും നീ പറയാൻ പാടില്ല. ഒരക്ഷരം പോലും പറയാൻ പാടില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. എൻ്റെ ചെറുപ്പക്കാരികളെ, വിദ്യാർത്ഥികളെ, അതാ ഉമ്മ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ഉമ്മാനോട് ഗൗരവത്തിൽ പറയാൻ പാടില്ല. എന്നോട് പറയണ്ട, എന്നെ നോക്കണ്ട, ഇത്തരം വാചകങ്ങളൊന്നും ഉമ്മയോട് പറയല്ലേ, ബാപ്പയോട് പറയല്ലേ. വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കളോട് വിനയാന്വിതനായി, വളരെ മാന്യമായി താഴ്മയോടെ അല്ലാതെ സംസാരിച്ചു പോകരുതേ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. അതേ, നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം മാതാപിതാക്കൾക്ക്. ഉമ്മക്ക് എന്ത് വേണം അതിനെല്ലാം ഞാൻ വിധേയപ്പെടാൻ സന്നദ്ധനാണ്. അതേ, ബാപ്പക്ക് എന്ത് വേണം, ഞാൻ എന്തിനും സന്നദ്ധനാണ്. ആ ഒരു രീതിയിൽ മാതാപിതാക്കളെ ആദരിക്കാനാണ് ഖുർആനിന്റെ നിർദ്ദേശം. എൻ്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റുന്നൊരു സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തുന്നല നൂരിൽ വുജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ സുമ്മ കുല്ലി സഹാബത്തി. ഇരുന്നോളൂ.